ബൈക്ക് ലോക്ക് ചെയ്ത് വെച്ചല്ലോ അല്ലേ? അതൊക്കെ ലോക്ക് ചെയ്തോ? സേഫാണ് അവിടെ. ദേ ആ ചിലത് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് പോകണം. ഹലോ ആന്റി, എന്തായി? പവിത്രനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയ കാര്യം സിക്ക് മനസ്സിലായി മോളെ. കുറെ നേരം അയാള് ഇവിടെ നിന്ന് ആരെയൊക്കെ വിളിച്ചു. പിന്നെ ദേഷ്യത്തിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയി. എങ്ങോട്ടാ പോയതെന്ന് വല്ല സൂചനയുണ്ടോ? എന്റെ ഊഹ ശരിയാണെങ്കിൽ പ്രണവിനെ താമസിപ്പിച്ചിരിക്കുന്നിടത്തേക്കാ അയാൾ വരാൻ സാധ്യത. സംസാരത്തിൽ നിന്ന് അങ്ങനെയാ തോന്നിയത്. മോളെ സൂക്ഷിക്കണം. പ്രണവിനെ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുത്തണം. സിക്ക് അവിടെ എത്തും. ശരി ആന്റി, ഞങ്ങള് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ കളിയിൽ നീ തോറ്റ്. എന്റെ പൈസ എടുക്ക്. എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് അയച്ചു തരാം. ഇനി കടം പരിപാടി പറ്റത്തില്ല. ആദ്യം പൈസ എടുക്ക്. എന്നാ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഫോണ് ചാർജിലിട്ടിരിക്കുക. എടുത്തോണ്ട് വന്നിട്ട് അയച്ചു തരാം. ഇപ്പൊ പോയ പൈസ എല്ലാം ഞാൻ തിരിച്ചു പിടിക്കും, നോക്കിയോ. എടുത്തോണ്ട് വാടാ. എന്താടാ നോക്കുന്നേ? കണ്ണ് കുത്തി പൊട്ടിക്ക് മറന്നേക്കാം. ഒന്ന് ഫോൺ എടുക്കടാ റാസ്കൽ. ഇവൻ ഒരു പണി കൊടുക്കാം. ഗൗതം സാറാണല്ലോ വിളിക്കുന്നേ. എന്തിനായിരിക്കും? ഹലോ സാർ. എടാ വിവരം കേട്ടവനെ, എവിടെ പോയി കിടക്കായിരുന്നു നീ ഇത്രയും നേരം? എടാ പ്രണവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പൗത്രനെയും കൊണ്ട് നിധി അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. ഇതിനകത്താണ് പ്രണവ് സാർ ഉള്ളത്. വാ, അകത്തേക്ക് കയറാം. ഒരു കാരണവശാലും പ്രണവിനെ നിധിയുടെ കയ്യിൽ കിട്ടരുത്. അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് ചെയ്തോ. ഞാനും അങ്ങോട്ട് വന്നോണ്ടിരിക്കാം. ശരി സാർ, ഞങ്ങൾ നോക്കിക്കോളാം. മജാനെ എണീറ്റേ, ഒരു കലിപ്പുണ്ട്. ചിലപ്പോ ഒന്ന് ശരീരം അനങ്ങേണ്ടി വരും. വാ മേഡം. ഇതിനകത്താണ് പ്രണവ് സാർ ഉള്ളത്. ഡോർ അകത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കും. ഇതിപ്പോ എങ്ങനെ തുറക്കും? നോക്കി നിന്നിട്ട് കാര്യമില്ല, ചവിട്ടി പൊളിക്കാന്നേ. പവിത്ര, എന്തു വേണം? അതോ അവന്മാരെ വിളിക്കണോ? അവന്മാര് സി കേസിന്റെ പക്ഷം ചേർന്നാണെന്ന് ഉറപ്പാ. ഹരീന്ദ്ര വാ, പൊളിക്കാം. പവിത്രണ്ണ വേണ്ട, അവനിപ്പോ ഞങ്ങളുടെ കസ്റ്റഡിയാ. അണ്ണൻ തിരിച്ചു പോകാൻ നോക്ക്. വേണ്ട, വിട്ടേക്ക്. ഈ മാഡത്തിന് വേണ്ടി എനിക്ക് ഈ സാധനം വിട്ടുകൊടുത്തേ പറ്റൂ. നമ്മൾ ഒരുമിച്ചാണ് ഈ പണി ചെയ്തതെങ്കിലും ഉത്തരവാദിത്തം എനിക്കായിരുന്നല്ലോ. സി കേസിക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം.
പ്രണവേ, എടാ. പ്രണവേ, വേഗം എഴുന്നേക്ക്, നമുക്ക് ഇവിടുന്ന് പോവാം. വിടന്നെ